ഞാനും എൻ്റെ ഹബിയും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആക്ച്വലി 1 hour ഉണ്ട് ഒരു അടുത്തുള്ള ഒരു കബേലസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കേട്ടിട്ടുള്ള ഹണ്ടിങ്ങിനൊക്കെ പറ്റിയ ഏറ്റവും കൂടിയ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. സോ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറാണ്. സോ welcome to Cabela's and welcome to D&D's Fashion. So this is the entrance of the store. പലതരത്തിലുള്ള ഗൂസ് അറ്റം വരെ. പിന്നെ മുകളിലാണ് നേരത്തെ ഡിയേഴ്സ് വെച്ചിട്ടുണ്ട്. This is the aquarium inside of the Cabela's store. They even have the alligator fishes. Lots of them. It's an aquarium inside the store. Oh, hi. The hubby fishes in a checkout ചെയ്യാണ്. Wow, my goodness. Lots of them. Nice. Wow. Look at the size of the fishes. What's this black one? That? Yeah. Trying to make a picture of it. It's nothing I call this. Wow. It's not a black strap. ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ സ്നാക്സ് മേടിച്ചിട്ടുണ്ട്. No baby. ഇത് നമുക്ക് കറി This is the outside of it. പിന്നെ ഫ്രൈ ചെയ്യാൻ പറ്റിയ സാധനം തന്നെ. പക്ഷേ നമ്മൾ ജോയിന്റിൽ നിന്ന് മേടിച്ച് തിന്നുന്നേ. I know. But ഇത് yeah. I never seen this much fishing rods and fishing stuff in my lifetime. Different varieties. Slim Dog Millionaires. Oh my goodness, I never seen this much fishing rods in my whole entire life. This fishing section. Pala company varieties. Nine and David, what do you think? Fishing is always Oh my goodness. സത്യം പറഞ്ഞ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ചെയ്യാതിരിക്കും. ദിസ് ഇസ് ജസ്റ്റ് വൺ പാർട്ട്. ഞങ്ങൾ വേറെ എങ്ങോട്ടൊന്നും പോയിട്ട് പോലും ഇല്ല. ഞങ്ങൾ ഈ സമ്മറിൽ കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ബേബിയുടെ കയ്യിൽ കുറേ പെന്നിൻ്റെതായി ഈ കമ്പനിയുടെ റെയിൽസ് വലിയ ഇത് ദീസ് വൺസ് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് തന്നെ റോഡ് വാങ്ങിക്കണം. ഇങ്ങനെ ഫിഷിങ്ങിൻ്റെ പലതരത്തിലുള്ള കളക്ഷൻസാണ്. ഫിഷിങ്ങിൻ്റെ ഹുക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹുക്സ്. It's just one അല്ല, the whole area. Okay. Alright, baby, hold on.
മാനിൻ്റെയും ഒക്കെ ഇങ്ങനെ മുകളിൽ These are all the African stuff. Look at every single one of them. And a big elephant. Look at the whole thing here, the whole sky is. ലൈഫ് ജാക്കറ്റിൻ്റെ ഏരിയ ആണ്. അവിടെ ബോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. These are all the areas of different life jackets. The whole area is full of life jackets. കുഞ്ഞി പിള്ളേരുടെ ലൈഫ് ജാക്കറ്റ്സ്. The biggest boots I ever seen in my lifetime. Not just one, there are plenty of them. So make sure they fit your well. Baby, how would you like this? ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ്ഫുള്ളാണ്. Remember this one? നമ്മൾ വിറ്റിട്ടുണ്ട്. This is the shoe area. Different types of shoes. Different types of fish. ഇതെല്ലാം ഫിഷർമാൻ്റെ ഷൂസും അല്ല ഡിഫറെൻറ്റ് ഷൂസും ഉണ്ട്. ഹൈക്കിങ്ങിനുള്ളതും ഇതെല്ലാം ഫിഷർമാൻ ബൂട്ട്സ് ആണ് ഇതെല്ലാം. പിന്നെ അതാണ്ട് ക്രോക്സ് ഉണ്ട്. ജസ്റ്റ് അല്ല ഇഷ്ടംപോലെ അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും. ക്രോക്സ് പലതരത്തിലുള്ള മാനിൻ്റെ ഹെഡ്. Again, different types of boots. This Western boots, cowboy boots. Sam really doesn't offer up much. He'll do the smoking, but he won't offer up. So amazing. If I wanted to work like Fishing boots on it, yeah. Nice. Oh, okay. This is the other show. Baby, ഇതിന് എന്താ പറയുന്നത്? ഇതിന്റെ പേരെന്തുവാ ഇതിന്റെ? Oh, muskox. Finally, I saw some muskox, or I don't know. I guess that's how it's pronounced. Oh, muskox. Yeah. Muskox. Okay. Well, now you know this is muskox. Muskox. അല്ല ഇവര് ചുമ്മാ ഒരു പ്രൊമോഷന് വേണ്ടി നിൽക്കുന്നത്. അതാണ് മുകളിൽ. Wow. Yes, baby. Come here. Well, I can't make you climb all the way over there. So the whole store is arranged like this. Baby, ഇവിടെ വന്നേ.
സോ ഹോൾ സ്റ്റോർ ഈസ് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ് ഇഷ്ടം പോലെ ഇങ്ങനത്തെ സ്റ്റഫ്ഡ് ആനിമൽസ്. ഇങ്ങനെ നോക്കി മുകളിലൊക്കെ ആട് ഉണ്ടാകും. മുകളിൽ ആട്. ഇച്ചിരി നേരത്തെ വരേണ്ടതായിരുന്നു അല്ലേ ബേബി? വി മിസ്ഡ് ഇറ്റ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇങ്ങോട്ട് തിരിയോ? ഇറ്റ്സ് ഓക്കെ. എന്ത് വലിയ ഇതാ നോക്കിയേ ബേബി. ഏതാടി? ആ ബക്കിനെ നോക്കി, അതിന്റെ കൊമ്പ് നോക്കി. നമ്മുടെ അവിടെ വരുന്ന മാൻ ഇതുപോലത്തെ ആ നമ്മുടെ അവിടെ ഇതേപോലത്തെ തന്നെയാ. ആ എന്നെ കൂടെ നോക്കിയ ഒരു എന്ത് രസമല്ലേ? കൊമ്പ് എന്ത് രസമല്ലേ? അല്ലേ ഇതിങ്ങനെ ഇത് നോക്കിയ it looks like these are the actual കൊമ്പാണ് കേട്ടോ. ആക്ച്വൽ കൊമ്പാണ്. ആ കൊമ്പെടുത്ത് വെച്ചിരിക്കുന്നതാണ് തോന്നുന്നുണ്ട്. വെരി നാച്ചുറൽ സീനറി. അങ്ങനെ എൻ്റെ ലെപ്പടും എൻ്റെ വരെ കൂടെ നിൽക്കുകയാണ് ഇപ്പം. ഭയങ്കര ഗവയ്ക്ക് നിൽക്കുകയാണ്. പിന്നെ ഈ വ്യൂവിനോട് അറ്റാച്ച് ചെയ്തു. മൈ ഗഡ്നെസ്, ഒരു സ്മോൾ പോണ്ടും ഉണ്ട്, അതിൻ്റെ അകത്ത് ഫിഷും ഉണ്ട്. വാവ്. എന്തു വെച്ചാമേ? ഈ വാട്ടർ ഇങ്ങനെ ഒഴുകി വന്ന് 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 ഇവിടുത്തെ പോണ്ടിൽ കണ്ട നല്ല രസമുണ്ട്. ആ ഉണ്ട് ഉണ്ട്. Wow, I don't know, there's even like different kinds of fishes. Oh my goodness, ആ പോണ്ടിൻ്റെ അതർ സൈഡിലാണ്. എന്നാ ബേബു? ആ സാമൺ ആണോ? ഐ ഹാവ് നോ ഐഡിയ. ഇതിൻ്റെ അതർ സൈഡ് റാക്കൂൺസ്. ഇതൊരു വലിയ സംഭവം തന്നെ കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ കൂടെ വരണമായിരുന്നു ഇവിടെ. ഉണ്ടോ ഇങ്ങനെ ഇതിൻ്റെ മണ്ട. ഇതിൻ്റെ ബാക്കിൽ മാനിൻ്റെ ഒക്കെ ബാക്കിലുള്ള വ്യൂ ആണിത്. അവരൊരു പ്ലെയിൻ കിടന്ന് കറങ്ങുന്നു. ഇപ്പം ഞങ്ങൾ ഹണ്ടിങ് ക്ലോത്തിങ്ങിൻ്റെ അങ്ങോട്ട് കയറുവാണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണ്ടിങ് ക്ലോത്ത്സ് ആണുള്ളത്. ഈ മാനിനെയൊക്കെ ഹണ്ട് ചെയ്യാൻ പോകുമ്പോഴത്തേനും ഇവിടെ സീസണൽ ഹണ്ടിങ് ഉണ്ട്. മാനിൻ്റെ ഒക്കെ ഹണ്ടിങ് ഉണ്ട്. അതിന് പോകുമ്പോഴത്തേനും ആൾക്കാർ ഇങ്ങനത്തെ ഹണ്ടിങ് ക്ലോത്ത്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. സോ the whole section full of clothes, hunting clothes. ഞാൻ ഈ സ്റ്റോണിനെ കുറിച്ച് പണ്ടേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര വലിയൊരു സംഭവമാണ് ആദ്യമായിട്ടാണ് കേക്ക്. പിന്നെ ഹണ്ടിങ് ക്ലോത്തിങ്ങിൻ്റെ പലതും.
Me and hubby was planning to come here for such a long time. പക്ഷെ ഇപ്പോഴാണ് പറ്റിയത്. ഇന്നൊരു ദിവസം പള്ളി കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. എൻ്റെ ലെപ്പഡ് കുട്ടൻ പോകുന്നു. കണ്ടേ What do you think, baby? Oh, nice. ഞാൻ പറയുമായിരുന്നു ഒത്തിരി നാൾ കുറേ നാൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴാണ്, പണ്ടേ ഞാൻ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ ഇത്ര വലിയ ഷോപ്പും ഇത്ര ഇതുണ്ടോയെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ബേബി പിന്നെ രണ്ടാമത് പറഞ്ഞപ്പോഴാണ് ശരിയാ, ഒത്തിരി നാളായിട്ട് ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഏത് പാർട്ടാണെന്ന് അറിയില്ല, പക്ഷെ നിറച്ച് ഡക്കുകളും ടർക്കികളും ഒക്കെ ഇരിക്കുന്നു. വലിയ പേരില്ല, വെളിയിലില്ല, ഞാൻ നോക്കി. പക്ഷെ ഇഷ്ടം പോലെ മാനിൻ്റെ ഹെഡുണ്ട്, അങ്ങറ്റം വരെ ഇരിക്കുകയാണ്. ടർക്കി റിമോട്ട് ക്രേസി ജെയ്ക്ക് കാംബോ. ഹലോ, ഞാൻ ഇവരോട് ഹൈ പറയുകയാണ്, ഡക്സിനോട്. ഓ ബേബി ഇങ്ങോട്ട് വന്നോക്കെ. ഓ വാവ്, വാട്ട് ഈസ് ദിസ്? ഇറ്റ് ലുക്സ് സ്കേറി ടു മീ. ഇങ്ങോട്ട് നോക്ക്, വന്നേ ഇങ്ങോട്ട് നോക്ക്. മുഴുവൻ ടർക്കി. ഇതെന്തോന്നു? വാട്ട് ഈസ് ദിസ്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. ഫുള്ള് ഇത് മുഴുവൻ ടർക്കീസ്. ആ ഹണ്ടിങ്ങിന് സാധനമായിരിക്കും. ഇങ്ങോട്ട് നോക്കി, ടർക്കിൻ്റെ ഹെഡ് ഇരിക്കുന്നുണ്ട്. I don't know what it is. പക്ഷെ നിറച്ചും ടർക്കിയാണ്. ഹാഫ് സ്റ്റഡ് ജെയ്ക്ക് ആൻഡ് ബ്രീഡർ ഹെൻ എന്ന് പറയുന്നുണ്ട്. കുറേ എണ്ണം ഇവിടെ വെച്ചിരിക്കുന്നത്. സോ ദ ഹണ്ടിങ് ടെൻസ്, അവിടെയൊക്കെ ഹണ്ടിങ്ങിനുള്ള ടെൻസ് ആണ്. പിന്നെ ആരോസ്, ബോസ് ആൻഡ് ആരോസ്, lots of them. പിന്നെ ഡിയേഴ്സിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡീക്കോയി ആണ്, പ്ലാസ്റ്റിക് ഡിയേഴ്സ്. ടാർഗറ്റ് ഇത് വെച്ച വരാനിട്ട് കണ്ടിട്ട് വരാം. ഓ, ഇത് ടാർഗറ്റ് പ്രാക്ടീസിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, വേണ്ട ടാർഗറ്റ് അതിൻ്റെ മണ്ടയിൽ. ഓക്കെ, ഇത് ബോ ആൻഡ് ആരോസ് ആണ്, അതുകൊണ്ടായിരിക്കും. ബോ ആൻഡ് ആരോസ് അതിൻ്റെ സെക്ഷനാണ്. Anyway, this is an amazing store. Bow and arrow. അല്ല, ഇത് മറ്റേ എന്താണ് പറയുന്നത്, സ്ലിംഗ് ഷോട്ട് എന്തോ പറയുന്നത്. That's the price. 1500 and 1600, 1300. Bow and arrow ആണ് തോന്നുന്നത്. $2,500. ഈ ഹണ്ടിങ് ഉള്ള ആൾക്കാർക്ക് ഹണ്ടിങ് സീസണിൽ they don't care. The 2025 model 10-point bows. ഇത് ഒരുമാതിരി, ഇതിൽ ഞാൻ എങ്ങനെ തുണി ഉണക്കാൻ പോലും പറ്റിയാലേ ഇത്. എൻ്റെ ബോ ആൻഡ് ആരോ സ്റ്റോറീസ് പറയാൻ പറ്റില്ല ബേബു. ഐ തിങ്ക് 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഞാൻ നിർത്തിയത്.
ഇത് കത്തിയുടെ സെക്ഷനാണ്. ഇവിടെ പലതരത്തിലുള്ള കത്തികളുണ്ട്. നോക്കുന്നില്ലേ മുത്തേ കത്തികൾ? ഇതാ ഞാൻ മൂർച്ചയാക്കുന്ന സാധനം ലൈഫ് ടു ഷാപ്പിംഗ് കൊണ്ടുവന്നില്ലേ? ആ ഓക്കെ. ബേബിൻ്റെ മറ്റേ കത്തി ഉണ്ടോന്നും? മറ്റു കത്തി അല്ല ബേബി, ബേബി എപ്പോഴും ഒരു കത്തി പറയത്തില്ലേ അത്? ആ ഇല്ലേ. Now we're going towards the gun area. എൻ്റെ ബേബിൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ്. ഇങ്ങനെ ത്രില്ലായിട്ട് നിൽക്കുകയാണ്. ഗൺമോൻ. ഇതാണ് ഗൺമോൻ എന്ന് പറയുന്നത്. ഗൺമോൻ. ഇതെല്ലാം ഗണ്ണ്, പിന്നെ ഐ ഗസ് ഗണ്ണ് വയ്ക്കുന്ന സേഫ്സ്. ഏത് ബുള്ളറ്റും അവിടെ ഒരു സ്മോൾ ഗൺമെൻ നിൽക്കുന്ന കണ്ട, ഗോൾഡൻ റിട്രീവർ. ടോയ് ഗൺസ് ഇരിപ്പുണ്ട്. ബേബിക്ക് ഒരെണ്ണം വേണമെന്ന് പറയുന്നു. ആരോണോ ഇതൊക്കെ എയർ ഗണ്ണാണെന്ന് തോന്നുന്നു. ഐ ഗസ് നോ, ഇത് ഹണ്ടിങ് പവർ എന്ന് എഴുതിയിരിക്കുന്നു. ആണോ? ടോയ് ഗൺ പോലെ. ഓ ടോയ് ഗൺ. ഓക്കെ. ഇവിടെ മുഴുവൻ ഗൺ ഏരിയയാണ്. ഇനി ഇവിടെ ഗൺ ലൈബ്രറി ഉണ്ട്. ഗണ്ണൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഒരാൾക്ക്, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. മൈ ലിറ്റിൽ ഗൺമെൻ. കാണാമത്തെ ഏതാണ് മേടിക്കേണ്ടെന്ന് കൺഫ്യൂഷൻ. ഇവിടെ AK-47 അല്ലെങ്കിൽ പിന്നെ അതെനിക്കാണ്. ഞങ്ങൾ ഈ കണ്ണാടി ഗ്ലാസ്സുകളിലെല്ലാം നിറച്ച് കുഞ്ഞു കുഞ്ഞു ഗൺസാണ്. അങ്ങറ്റ വരെ അങ്ങ് വരെയുണ്ട്. നൈസ്. ഞങ്ങൾ ഡിയർ കൺട്രിയിലോട്ട് എൻട്രി ചെയ്യുകയാണ്. ലുക്സ് ലൈക്ക് ഫുൾ ഓഫ് ഡിയേഴ്സ് ആണെന്ന് തോന്നുന്നു.
Wow. നിറച്ച് ഡിയറാണ് ഇവിടെ എല്ലാം. യെസ്. ആദ്യമായിട്ടാണ് ഒരാൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് മാനിനെ നോക്കുന്നത്. ഇറ്റ്സ് അമേസിങ്. ഇവിടെ പലതരത്തിലുള്ള മാനുകളുണ്ട്. ഇതാണ് മ്യൂൾ ഡിയേഴ്സ്. ഇവിടെ പലതരത്തിലുള്ള ഡിയേഴ്സ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ഡിയേഴ്സ് ആയിരുന്നു. എനിക്കൊന്ന് ഇപ്പം കാണാനില്ല അത്രയ്ക്ക്. ഐ ഡോണ്ട് നോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഗവൺമെൻറ് തന്നെ വന്ന് അതിനെ കൊണ്ടുപോയെന്ന്. ഭയങ്കര ആക്സിഡൻറ്റ് ഒരിടയ്ക്ക് റോഡിലെല്ലാം ഇങ്ങനെ ഡിയേഴ്സ് സൈഡിലെല്ലാം ചത്ത് കിടപ്പുണ്ടായിരുന്നു. ഇതുണ്ട്. Don't believe it, though. Those big boys are smart. I bet there's a few hiding out there somewhere. You think you're good enough to find them? Good luck. ഇത് ഒരു മനുഷ്യനല്ല. എൻ്റെ ഭർത്താവ് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയാണ് പുള്ളിക്കാരനോട്. അളിയൻ മിണ്ടുന്നില്ല ബേബുവിനോട്. അളി ഇറങ്ങി പോടേ. നീ കണ്ടില്ലടേ. അളിയൻ സംസാരിച്ചു തുടങ്ങി. Even as far south into South America. Even here in Pennsylvania, you got some real beauties. I don't care where. I want to be out in the woods come opening day. Just give me a campfire, my trusty rifle, and a good pair of boots, and I'll be happy hunting deer until my time is up. അങ്ങനെ ഞങ്ങൾ ഡിയർ ക്യാമ്പിൽ നിന്ന് ഇറങ്ങാൻ പോകുവാണ്. 2 ബെയേഴ്സ് അവിടെ നിൽപ്പുണ്ട്. ഇവിടെയുള്ള വേറൊരിതാണ് ബെയേഴ്സ്. പറയാനുണ്ടോ? നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണല്ലോ ചേട്ടാ കഴിയുമ്പോഴത്തേന്. മുകളിലൊന്ന് പോയി നോക്കാം എന്തോ ഉള്ളത്. ഒരു ബേബി ഡിയർ. വാട്ടർ ഫൗണ്ടൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ. ഇവിടുത്തെ വെള്ളം എന്തോ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനെ അങ്ങോട്ട് നോക്കി. Some raccoons and stuff. Anyway, the story is amazing.
ആശുപത്രി. കുഴപ്പമില്ല, രസമുണ്ട്. ഇതാണ് നീ പുതിയ മേടിക്കുന്നത് ഓഫീസിൽ പോകാൻ വേണ്ടി. ഓ ശരിയാ, ആ സ്റ്റെപ്പ് കയറി പോവല്ലേ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ് മൈ ബോയ്. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ്. ഒരു വലിയ ബഗ്, വലിയ ന്യൂസാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതിൻ്റെ ആൻഡ്ലേഴ്സ് കിട്ടുമോ എന്ന് ചോദിച്ചു. ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ്ലേഴ്സ്, അതുകൊണ്ട്. പക്ഷേ സെല്ലിങ് ദാറ്റ്. അപ്പോൾ ഇവിടെ എല്ലാ പിക്ചേഴ്സൊക്കെ ഇരിക്കുകയാണ്, പലതരത്തിലുള്ള പിക്ചേഴ്സ്. ബേബി ദിസ് പിക്ചർ ഇസ് അടിപൊളി. ലുക്ക് അറ്റ് ദിസ് ഹൗസ്, നൈസ് പിക്ചർ. ഈ ഹൗസിൻ്റെ പിക്ചർ ലൈക്ക് ദാറ്റ്. ബേബിക്ക് പെയിൻറ്റിങ്സ് ആണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഐ ലൈക്ക് ഓൾ ടൈപ്പ് ഓഫ് പിക്ചേഴ്സ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ബയേഴ്സിൻ്റെ നാച്ചുറൽ പിക്ചേഴ്സാണ്. പിന്നെ ഇവിടെ കുറച്ച് ആൻഡ്ലേഴ്സ് പോലെയൊക്കെ ഇരിക്കുന്നു. റിയൽ ആണോന്ന് അറിയില്ല. ഇതൊന്നും പ്ലാസ്റ്റിക്കാണ്. ബേബിക്ക് വലിയ ആൻഡ്ലേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ്. കുറേ നാളായിട്ട് ആൻഡ്ലേഴ്സ് നോക്കി കിടക്കുക. ക്യാൻഡിൽസ് ഒക്കെ ഇരിക്കുന്ന ഇവിടെ. ഇതാണ് ക്യാമ്പിങ്ങിൻ്റെ ഏരിയ. നേരത്തെ ഒരു ഫ്ലൈറ്റ് കാണിച്ചില്ലായിരുന്നു, മുകളിലൊരു പ്ലെയിൻ, അതാണിവിടെ. പിന്നെ ഇവിടുന്ന് താഴോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ വന്ന എല്ലാ സൈഡും കാണാം. വാവ്, ഇവിടെ ഇഷ്ടംപോലെ ക്ലോത്ത്സും ഉണ്ട്, പലതരത്തിലുള്ള ക്ലോത്ത്സ് ഉണ്ട്. ബേബി ക്യാമ്പിങ്ങിൻ്റെ സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നെ ക്യാമ്പ് ചെയ്യുന്നു ബേബു. വിശക്കുന്നു. ഏതാ ബേബു? ഐ തിങ്ക് ദാറ്റ്സ് സ്റ്റോറാ. ഫഡ്ജൊക്കെ ഉണ്ടായിരിക്കും അവിടെ. അതാ ഫഡ്ജ് സ്റ്റോർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്, അതാണിത്. കുറച്ച് ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു പെയർ പൊങ്ങി വന്ന് ഷൂട്ട് ആവുകയാണ്. ഇതാണ് ഇവിടുത്തെ ക്യാമ്പിങ്ങിനുള്ള ഏരിയസ്. നല്ല ഇതൊന്ന് കൊള്ളാലോ ബേബി. ഈ ടെൻ്റ് കൂടെ നോക്കി, നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ടെൻറ്റിൻ്റെ അകത്ത്, നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ബേബു. ഐ വേണ ലുക്ക് ദ ഇൻഫ്ലൈമബിൾ ടെൻറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എഴുതാണ്ട് പറഞ്ഞോട്ട് ഇവിടെ നിറച്ച് ടെൻറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്നും കുത്തി വെക്കുകയൊന്നും വേണ്ട. അത് എഴുതിയിട്ടില്ല, നോക്കൂ അങ്ങനെയുള്ള ഉണ്ടോ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ ഡൂം ടെൻ്റാണ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ല, പലയിടത്തും പലതും ഇരിക്കുകയാണ്. അലാസ്കിയൻ മാരോ. അവിടെ ഉണ്ടോ? അവിടെ കമ്മിങ്. ഇതിൻ്റെ ടെൻറ്റിൻ്റെ
ടെൻറ്റിനുള്ള പല ആക്സസറീസ് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ ബേബു? ആണോ? ക്യാമ്പിങ്ങിൻ്റെ ആക്സസറീസും ഫുഡും അതിൻ്റെ സ്പൈസസും അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇരിക്കുന്നത് ക്യാമ്പിങ് ഏരിയ. ജനറേറ്റേഴ്സ് ബേബി ആണ്ട് ജനറേറ്റർ ഇരിക്കുന്നു. നമുക്കൊരു സ്മോൾ ജനറേറ്റർ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതും കൊണ്ട് പോവുകയും ചെയ്യാം. റെൻറ്റ് ചെയ്യാൻ പറ്റുമോ? Really? This is the smallest one. Inverter generator. Okay. ഇങ്ങനെ ക്യാമ്പിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ. പ്രൊപ്പെയിൻ കുക്ക് ചെയ്യാനായിട്ടുള്ള സ്മോൾ കണ്ടെയ്നേഴ്സ്. Propane tank top heater. The bottles, all these accessories, sun lotions, bugginekke kollunnadum. Everything is here. Nice store. So ഞങ്ങൾ ഇതിൻ്റെ അപ്സ്റ്റേഴ്സ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണ്. as you can see ഇവിടെ pretty much എല്ലാം ഉണ്ട്. ക്ലോത്തിങ് ഉണ്ട്, പലതരത്തിലുള്ള ക്ലോത്തിങ്. ഹണ്ടിങ്ങിൻ്റെ ക്ലോത്തിങ് ഉണ്ട്, ഫിഷിങ്ങിൻ്റെ റോഡ്സ് ഉണ്ട്, അതെല്ലാം അവിടെയാണ് ഉണ്ടായ ഏരിയയിൽ. പിന്നെ എന്താ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രക്സ്, because that's what we see here. ATVs, tracker, different kind of trackers. ഒരു സംഭവമാണ് കേട്ടോ ഇത്, ഈ പ്ലേസ്. സ്റ്റോർ ആണെങ്കിലും such a huge place, lot of creatures, guns, ക്യാമ്പിങ്ങിനുള്ള ഐറ്റംസ്, clothes, anything you name it, right baby? ബോട്ട്സ് ഉണ്ട്, സ്മോൾ ബോട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഹണ്ടിങ് ഫിഷിങ്ങിനൊക്കെ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഹണ്ടിങ്ങും ഫിഷിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടിപൊളി പ്ലേസ്. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, ഇത്രയ്ക്ക് ഇതായിട്ടല്ലേ ബേബി. ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്, ടയേർഡായി. ഇനി 1 മണിക്കൂർ കൂടുതലാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. Anyway, I hope you all enjoyed our video. Thank you for watching D&D's Passions. Thank you.